ഓൾഡ് ബോയ് കാണണ്ടായിരുന്നു എന്ന് തോന്നിയെങ്കിലും കാണാതെ വിടാൻ പറ്റില്ല എന്ന് തോന്നിയൊരു സിനിമയാണ് ഓൾഡ് ബോയ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. സാധാരണ കൊറിയൻ സിനിമകൾ, കൊറിയൻ സീരീസിനെയൊക്കെ പറ്റി വളരെ നല്ല റിവ്യൂസാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഒരുപാട് ഫാൻസുകളുള്ള ഒരു ജോണറാണ് കൊറിയൻ മൂവികളും കൊറിയൻ സീരീസും. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ട് കണ്ട ഒരു സിനിമയാണ് ഓൾഡ് ബോയ്. വളരെ വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ വളരെ അവസാനം എത്തുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമയാണ് ഓൾഡ് ബോയ്. ഇങ്ങനെയൊക്കെ ഒരു ഡയറക്ടറിന് ചിന്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഥ എഴുതിയ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് തോന്നിയൊരു സിനിമയാണ് ഓൾഡ് ബോയ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡിങ് എത്തുമ്പോൾ അങ്ങനത്തെ ഒരു എൻഡിങ് ആണത്. എന്നുവെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, പക്ഷേ അതിൽ കുറെ കൂടി വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടാണ്. എൻഡിങ് വരുമ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ആ സിനിമയിലും ഓൾഡ് ബോയിലും നമ്മൾ കാണുന്നത്. ഇപ്പം ഈ പറയുന്ന റിവ്യൂ കേട്ട് മലയാളത്തിൽ ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യും. ചോയ് മിങ് സിംഗ് എന്ന് പറയുന്നത് കൊറിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹമാണ് ഈ പറയുന്ന ഓൾഡ് ബോയിലെയും മെയിൻ ക്യാരക്ടറായിട്ട് വന്നേക്കുന്നത്. 2003 സിനിമ റിലീസായത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ വളരെ അധികം കുടിച്ച് ബോധമില്ലാതെ മോളുടെ ബർത്ത്ഡേക്ക് മോൾക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന മെയിൻ ക്യാരക്ടറിലൂടെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമയുടെ പ്ലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 വർഷത്തോളം ഈ മെയിൻ ക്യാരക്ടർ ഒരു ഹോട്ടൽ റൂമിൽ ആരോ ഒരാൾ പൂട്ടിയിടാണ്. അതായത് ഒരു ജയില് പോലെ ഇയാൾ ഒരു 15 വർഷം ആ ഹോട്ടൽ റൂമിൽ പുറത്ത് ആരുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുകയാണ്. അതൊക്കെ ആകെ ഉള്ളത് ഒരു ടി വി മാത്രമാണ്. അപ്പോൾ ഈ ടി വിയിൽ ഇയാൾ കാണുന്ന ഇയാളുടെ ഭാര്യനെ കൊന്ന് ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്ത പോകുന്നതാണ്. ഇയാൾ ഈ ജയിൽ ഹോട്ടലിൽ നിൽക്കുമ്പോൾ ഇയാൾ കാണുന്ന ഒരു വാർത്ത. അങ്ങനെ മാനസികമായിട്ട് വളരെ തളർന്ന് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഈ മെയിൻ ക്യാരക്ടർ ഉള്ളത്. അത് കഴിഞ്ഞ് ഒരു 15 വർഷം കഴിയുമ്പോൾ ഇയാളെ പുറത്തിറക്കി വിടുകയാണ്. അപ്പം ആരാണിത് ചെയ്തത്, എന്തിനാണിത് ചെയ്തത്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മളും ഈ മെയിൻ ക്യാരക്ടറിൻ്റെ കൂടെ ഇതെന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഈ മെയിൻ ക്യാരക്ടർ കുറച്ച് പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് സൗഹൃദത്തിലാവുകയും, അതായത് ഈ കുട്ടി ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു എടുത്തു കൊടുക്കുന്ന ഒരു കുട്ടിയാണ്, സെയിൽസ് നടത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയായിട്ട് കുറച്ച് കമ്പനി ആവുകയും അവസാനം ഈ കുട്ടിക്ക് ഇയാളോട് ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുകയും ഗ്രാജുവലി ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിലാവുകയും ഈ കുട്ടിയുടെയും ഇയാളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ഇയാൾ ആരാണ് പൂട്ടിയിട്ടതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാണ്. അപ്പോൾ റിവെഞ്ചിന് പല ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന പ്ലോട്ട് തന്നെ വലിയൊരു റിവെഞ്ചാണ്. ചെറുതിൽ നടക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോവാതെ അത് പകയായിട്ട് നിന്ന് ഒരാളുടെ മുഴുവൻ ജീവിതം വളരെ മോശമായിട്ട് എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു വില്ലനാണ് സിനിമയിലുള്ളത്. പക്ഷെ അയാളുടെ സാഹചര്യം കൊണ്ട് നമുക്ക് അയാൾ വില്ലനാണോ എന്ന് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവാനും ചാൻസ് ഉണ്ട്. എന്തായാലും സിനിമ എൻഡ് ചെയ്യുന്നതോടെ ഈ വില്ലനും ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറും തമ്മിൽ ഒരു പാസ്റ്റ് റിലേഷൻ ഉണ്ട്. വില്ലൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യത്തിന് ഈ മെയിൻ ക്യാരക്ടറായിരുന്നു റീസൺ. അങ്ങനെ വന്ന ഒരു പകയുടെ പേരിലാണ് ഇയാൾ 15 വർഷത്തോളം ഈ മെയിൻ ക്യാരക്ടറിനെ പൂട്ടിയിടാനുള്ള കൊട്ടേഷൻ കൊടുത്തത്. പക്ഷേ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ക്യാരക്ടർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്ന ഈ സൗഹൃദത്തിലായ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഈ മെയിൻ ക്യാരക്ടറിൻ്റെ മോള് തന്നെയായിരുന്നു. അത് അവസാനമാണ് അയാളും അറിയുന്നത്, നമ്മളും അറിയുന്നത്. അപ്പം അയാളിത് മോളോട് പറയാതിരിക്കാൻ വേണ്ടി ഈ വില്ലൻ്റെ മുന്നിൽ വെച്ച് അയാളുടെ തന്നെ നാവ് മുറിച്ച് മാറ്റുകയാണ്. അതോടെ ഈ വില്ലൻ സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഒരു അവസാനമൊക്കെ എത്തുമ്പോൾ ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതെന്ത് പടാന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. ഇൻസെസ്റ്റ് പ്ലോട്ടുകളുണ്ട് സിനിമയിൽ. 2 പ്ലോട്ട്സ് ഉണ്ട്. ഒന്ന് അവസാനത്തെ ഇതും പിന്നെ ഈ വില്ലന് അയാളുടെ സിസ്റ്ററുമായിട്ടുള്ള ഒരു റിലേഷൻ. ഈ റിലേഷൻ കണ്ട് ഇത് ആൾക്കാരോട് പറഞ്ഞതിൻ്റെ പേരിൽ ഈ വില്ലൻ്റെ സിസ്റ്റർ ആത്മഹത്യ ചെയ്യാണ്. അങ്ങനെയാണ് വില്ലന് ഈ മെയിൻ ക്യാരക്ടറിനോട് പക വന്ന് തുടങ്ങുന്നത് ചെറുതിലെ. അപ്പോൾ ഈ പകയുടെ പേരിലാണ് ഇയാളെ പൂട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനെ പൂട്ടിയിട്ട് ഇറക്കുന്ന സമയത്തും ഇയാളുടെ മോളെയും ആക്ച്വലി ഇവർ ഹിപ്നോട്ടൈസ് ചെയ്യാണ്. അതായത് ഈ മെയിൻ ക്യാരക്ടറിൻ്റെ മോൾക്ക് വരാനുണ്ടായ ഒരു അടുപ്പം അത് ഇവർ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. വില്ലൻ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പ്ലാൻഡ് ആണ്. അതായത് ഇത് ഇങ്ങനെ തന്നെ വേണം എന്ന്, അതായത് അച്ഛനും മോളും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവണമെന്ന് പ്ലാൻ ചെയ്ത് അവരുടെ ബ്രെയിനിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അങ്ങനെ ആക്കി
അങ്ങനെയാണ് അവർ അങ്ങനെ ഒരു റിലേഷനിലേക്ക് എത്തുന്നത്. ഇതിനുള്ള ചാൻസുകൾ ഇവർ തന്നെയാണ്, അവർ മീറ്റ് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഈ വില്ലൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകതരം സൈക്കോളജിക്കൽ ത്രില്ലർ ഡിസ്റ്റർബിങ് മൂവിയാണ് ഓൾഡ് ബോയ്. പക്ഷെ ഇത് കാണാതിരിക്കുന്ന വലിയൊരു നഷ്ടമാണ്. കാരണം ഇതുപോലത്തെ ഒക്കെ ഒരു സിനിമ നമ്മൾ മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് ഒരു വെറൈറ്റി, നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ കാണാത്ത തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, ഡിസ്റ്റർബിങ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഓൾഡ് ബോയ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ കേട്ട് മലയാളത്തിൽ ഏകദേശം ഇങ്ങനത്തെയൊക്കെ ഒരു പ്ലോട്ടുള്ള ഒരു സിനിമ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേ. അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.